ഓരോ ഓർമ്മ പെരുന്നാളും വരുമ്പോൾ സന്തോഷപൂർവ്വം അത് ദൈവസന്നിധിയിൽ ഒരു കാഴ്ചയായി സമർപ്പിക്കുന്നവർ പലരും വ്യക്തിപരമായി എന്നോട് പറയുന്നൊരു വാക്കുണ്ട്: ലഭിച്ച അനുഗ്രഹത്തിൻ്റെ നന്ദിയാണ്. ഈ വിശുദ്ധനായ പിതാവിൻ്റെ പ്രാർത്ഥന മൂലം ഞങ്ങളുടെ ഭവനത്തിന്, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ കൃതജ്ഞതയായി ഞങ്ങൾ ഈ പ്രാവശ്യം റംബാച്ചിൻ്റെ ഓർമ്മ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞു. ഓരോരുത്തരുടെയും ജീവിതങ്ങളിൽ തിരിഞ്ഞു നോക്കിയാൽ ഈ ധന്യമായ സ്മരണയുടെ പ്രസക്തി എത്ര വലുതാണ് എന്ന് കാണുവാൻ സാധിക്കും. ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ള വൈദികർ ഓരോരുത്തരോടും ചോദിച്ചാൽ അവർക്കും പറയാം, ഇവിടെ വളർന്നിട്ടുള്ള വൈദികരോട് ചോദിച്ചാലും അവർക്കും പറയാം റംബാച്ചൻ അവരുടെ ജീവിതങ്ങളെ എത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ആ ധന്യാത്മാവിൻ്റെ പുണ്യസ്മരണയിൽ ദൈവസന്നിധിയിൽ ഒരല്പസമയം ഇരുന്ന് ഇസ്രായേൽ മക്കൾ പണ്ട് ഓരോ പെസഹായ്ക്കും ഏറ്റവും മുതിർന്നവനോട് ഏറ്റവും ഇളയവൻ ചോദിക്കുന്ന ചോദ്യം: എന്തിനാണ് ഈ വ്യത്യസ്തമായ ഭക്ഷണം, എന്തിനാണ് പതിവില്ലാത്ത രീതികൾ എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ മുതിർന്നവൻ ഇളയവനോട് എൻ്റെ പിതാവ് മരുഭൂമിയിൽ ദേശാന്തരിയായി പാർത്തൊരു അരാബ്യനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ രക്ഷയുടെ ചരിത്രം വർണ്ണിക്കും. അത് ഓരോ വർഷത്തെയും ഓർമ്മ പുതുക്കലാണ്. ദൈവം തങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ കുറിച്ചുള്ള സ്മരണയാണ്. അത് തലമുറകൾക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ്. അങ്ങനെ ആ ജനം അത് ആചരിച്ചിരുന്നത് നമുക്കറിയാം. അതുപോലെ മധ്യനായ റംബാച്ചന്റെ ഭൗതിക ശരീരം വിലയം കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മരണകളും പ്രാർത്ഥനയും ഒന്നു ചേർന്നിരിക്കുന്ന വിശുദ്ധമായ ഈ സ്ഥലത്ത് നാം കഴിക്കുന്ന ഓർമ്മ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തലും ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞു നടക്കലും ആ ഓർമ്മയുടെ തീർത്ഥാടനവുമായി മാറുന്ന സന്ദർഭമാണ് ഇത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ: ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ തങ്ങളെ കുറിച്ച് തന്നെ പറയുന്ന വാക്യമാണ്: ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവിക മർമ്മങ്ങളുടെ ഗൃഹവിചാരകരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്നത്രേ. മധ്യ റംബാച്ചന്റെ 67-ാം ചരമ വാർഷികമല്ലേ പെരുന്നാള്. 50-ാമത്തെ പെരുന്നാൾ ഒരു കനക ജൂബിലി ഇവിടെ ആചരിച്ചപ്പോൾ ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവരുടെ ഒക്കെ സ്മരണകൾ ഒരു സിനിമയിൽ നമ്മൾ എഴുതി വാങ്ങിയിട്ടുണ്ടായി. അന്ന് മധ്യനായ TJ ജോഷുവ അച്ഛൻ അന്ന് എഴുതി തന്നൊരു ലേഖനത്തിൽ ഈ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് റംബാച്ചനെ അനുസ്മരിച്ചത്. നാളെ വന്ന് ജോഷുവ അച്ഛന്റെ ഓർമ്മയും കൂടിയാണ്. ആ അച്ഛൻ അനുസ്മരിച്ച ആ സംഗതികളിൽ അതിന് ആധാരമായി സ്വീകരിച്ച വാക്യം ഇതാണ്: ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. അതിന്റെ ഗ്രീക്ക് ഭാഷയിലെ അർത്ഥം ക്രിസ്തുവിന്റെ ശുശ്രൂഷകർ എന്നുള്ളതിന് അച്ഛൻ അന്ന് പറഞ്ഞു തന്നത് ഹിപ്പാരറ്റേസ് എന്ന ഒരു വാക്ക് പറഞ്ഞു ഒരു കപ്പലിൽ കപ്പിത്താന്റെ ആജ്ഞ കേട്ട് തുഴ വലിക്കുന്ന തുഴച്ചിൽക്കാർ, അവരെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഈ ഗ്രീക്ക് വാക്ക് എന്നുള്ളതാണ്. അതായത് മാലുമിയുടെ കപ്പലിന്റെ നിയന്താവിന്റെ വാക്കുകൾ കേട്ട് ആ ആജ്ഞ അനുസരിച്ച് അത് നടത്തുന്നവരെയാണ് എന്തുപേര്? ശുശ്രൂഷകന്മാർ. അപ്പൊ ഞങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞങ്ങൾ കർത്താവിന്റെ വാക്ക് കേട്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്നാണ്. രണ്ടാമത് ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ്. ഓർത്തഡോക്സ് സഭയുടെ ദൈവശാസ്ത്രത്തിൽ ഉദാശ എന്ന് പറയും. കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൽ അല്പം വ്യത്യസ്തമായി നമ്മൾ രഹസ്യങ്ങൾ, മർമ്മങ്ങൾ എന്ന് പറയാം. സാക്രമെന്തും എന്നുള്ള ലാറ്റിൻ വാക്കല്ല, മറിച്ച് റോസേ, രഹസ്യങ്ങൾ, മർമ്മങ്ങൾ എന്നുള്ള വാക്കാണ്.
ഓരോ പുരോഹിതനും ഓരോ അഭിഷിക്തനും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ്. യോസേപ്പ് ഗൃഹവിചാരകനായിരുന്നു, വിശ്വസ്തത പാലിച്ചു. അതുപോലെ ഓരോ പുരോഹിതനും ഈ വിശ്വസ്തത പാലിക്കേണ്ടവനാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ റബ്ബാച്ചനെ അനുസ്മരിക്കുമ്പോൾ നമുക്ക് ഓർക്കാം, റബ്ബാച്ചൻ ഇത് രണ്ടുമായിരുന്നു. കർത്താവിന്റെ വാക്കുകൾ കേട്ട് അനുസരിച്ച ദൈവത്തിന്റെ ശുശ്രൂഷകനായിരുന്നു. രണ്ട്, ഏൽപ്പിച്ചതായ ദൗത്യം മർമ്മങ്ങളുടെ ഗൃഹവിചാരകത്വം നന്നായി ചെയ്ത ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. ഈ സന്ധ്യയ്ക്ക് നമുക്കൊരു 3 പോയിന്റ് എന്തെങ്കിലും പറഞ്ഞ് ചിന്തിക്കാം, റബ്ബാച്ചനെ കുറിച്ച് പ്രസക്തമായത് പറയാം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ഓരോന്നോരോ ഓർത്ത് നോക്കിയപ്പോൾ അത് 3-ലൊന്നും ഒതുങ്ങുന്നില്ല, കൂടുതലുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, കാലങ്ങളായി നാം കേട്ടുവരുന്നതാണ്. പക്ഷേ ഒരു ഓർമ്മപ്പെടുത്തൽ വളരെ പെട്ടെന്ന് നിർവഹിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഈ റബ്ബാച്ചന്റെ ജീവിതത്തെ കുറിച്ച് പൊതുവെ പറയാവുന്നത്, എല്ലാ പ്രകാരത്തിലും മാതൃകയായ ഒരു പിതാവ്. കടന്നുപോയ ഒരാളെ കുറിച്ച് എല്ലാ പ്രകാരത്തിലും മാതൃകയായ ഒരു മനുഷ്യൻ എന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചില ജീവിതങ്ങൾ കണ്ടാൽ, ഞാൻ അടുത്തു നിന്ന് കണ്ട ഒരു പിതാവ്, മലങ്കര സഭയുടെ കാതോലിക്കായി വരുന്ന പരിശുദ്ധ ബസേലിയസ് മാർത്തോമാ പൗലോസ് തൃതീയൻ ബാവ തിരുമേനിയുടെ വാക്കുകളിൽ റബ്ബാച്ചനെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുമേനിയുടെ ജീവിതം അടുത്തു നിന്ന് കണ്ടിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മാതൃകയാക്കേണ്ട ഒരു പിതാവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരാൾക്ക് ജീവിതം മാതൃകയായിരുന്നു എന്ന് മറ്റൊരാളെ കുറിച്ച് പറയാൻ സാധിക്കുമോ? സാധിക്കും. മാതൃകയാണെന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാര്യം, കുടുംബ പാരമ്പര്യമുള്ള ഒരാൾ, ബാല്യം മുതൽ ദൈവാശ്രയത്തിൽ ജീവിച്ച ഒരാൾ എന്നുള്ളതാണ്. അതായത് പ്രാർത്ഥനയുള്ള ഭവനത്തിൽ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് ജനിക്കുന്ന മക്കൾ ആ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ടാണ് വളരുക. ആ പ്രാർത്ഥനാ ശബ്ദം കേട്ട് വളരത്തക്കവണ്ണം 1901 ഈ മാളികയിൽ ഭവനത്തിൽ ജനിച്ച ആ പിതാവിന്റെ ബാല്യം പ്രാർത്ഥനയുടെ ബാല്യമായിരുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ സംഗതി. ആ പ്രാർത്ഥനയുടെ ബാല്യം പുഷ്ടിപ്പെട്ടത് ഒരു പരിശുദ്ധനെ കണ്ടിട്ടാണ്. അത് കൂടുതൽ പുഷ്ടി പ്രാപിച്ചത് മറ്റൊരു പരിശുദ്ധനെ കുറിച്ച് കേട്ടും കണ്ടുമാണ്. ഒന്ന് പരിശുദ്ധനായ വള്ളിക്കാട്ടെ ബാവ, മറ്റേത് അപ്പശ്ശേരി തിരുമേനിയും പരിശുദ്ധ പാമ്പാടി തിരുമേനിയും ഒക്കെയാണ്. ഒരു ബാല്യത്തിൽ ബാലകൻ ദൈവത്തിൽ ആശ്രയിച്ച് വളർന്നാൽ അവന്റെ ജീവിതം ദൈവത്തിന് ഹിതകരമായിരിക്കും, ദൈവബന്ധത്തിൽ കഴിയുവാൻ സാധിക്കുമെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് കുടുംബ പാരമ്പര്യം, ആ പാരമ്പര്യത്തിൽ പ്രാർത്ഥനയുള്ള ഒരു ഭവനത്തിൽ ജനിച്ച് ദൈവപുരുഷന്മാരെ ദർശിച്ച് മാതൃകയാക്കി മുന്നോട്ട് പോയ ഈ പിതാവ് അത് അങ്ങനെയായതിൽ അത്ഭുതമൊന്നുമില്ല. മൂല്യബോധം ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ്. പഠിത്തത്തിന്റെ ഒക്കെ ശേഷം ജോലിയിലായിട്ട് എന്ത് ആവശ്യത്തിന് കൊല്ലത്ത് നിന്ന് മദ്രാസിലേക്ക് ടിക്കറ്റ് എടുക്കുവാനായി 3 വിദ്യാർത്ഥികൾ വന്നു. റബ്ബാച്ചൻ യാത്ര ചെയ്യുവാൻ നിൽക്കുകയാണ്. അത് അദ്ദേഹത്തിന്റെ ജീവിത കഥയിൽ എഴുതിയിട്ടുണ്ട്. 3 വിദ്യാർത്ഥികൾ വന്നിട്ട് പറഞ്ഞു, ഈ ആളിച്ചിരി പൊക്കം കുറഞ്ഞതായതുകൊണ്ട് ചോദിച്ചു, കണ്ടിട്ട് ഒരു സ്റ്റുഡന്റിനെ പോലെ ഉണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ കുറവുണ്ട്, 4 പേർക്ക് ഒരുമിച്ച് ടിക്കറ്റ് എടുത്താൽ റേറ്റ് ഗണ്യമായിട്ട് കുറയും. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, താങ്കളെ കൂടെ ഒരു സ്റ്റുഡൻ്റായിട്ട് പരിഗണിച്ച് ഞങ്ങൾ ടിക്കറ്റ് എടുക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? എടുക്കണ്ട, ഞാനൊരു സ്റ്റുഡൻ്റ് അല്ല. ഞാനൊരു സ്റ്റുഡൻ്റ് അല്ലാത്തിടത്തോളം എനിക്ക് സ്റ്റുഡൻറ്റിന്റെ ടിക്കറ്റ് എടുക്കുവാൻ ആവശ്യമില്ല. ജീവിതത്തിൽ ഒരല്പം കണ്ണടച്ചാൽ, ഒരല്പം നമ്മളെന്താ പറയുക, കണ്ണുമാട്ടം അല്ലെ, ചെറിയൊരു കണ്ണുമാട്ടം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന സാഹചര്യം വരുമ്പോഴും ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്ന ഒരു കാര്യത്തിലും സ്വന്തം മൂല്യം സംരക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. ബാല്യത്തിന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നന്നായി നിറവേറ്റി കൗമാരക്കാരനായി ഈ ജീവിതകാലത്തോരോന്നും പഠിച്ചത് പുതുപ്പള്ളി സ്കൂളിലാണ്, പിന്നീട് പഠിച്ചത് SB ഹൈസ്കൂളിലാണ്, CMS കോളേജിലാണ്, കൃഷ്ണാപ്പള്ളി കോളേജിലാണ്. ഓരോരുത്തരിൽ നിന്നും ആ കാലത്ത് പാസ്സായത് ഫസ്റ്റ് ക്ലാസ്സോടെയാണ്. അപ്പം അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുന്ന ഈ ചെറുപ്പക്കാരൻ, പ്രാർത്ഥിച്ച ബാലകൻ പഠനത്തിന്
ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്നതിന് തയ്യാറായി എന്നുള്ളതാണ്. എല്ലാ പരീക്ഷകളിലും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. റബ്ബാച്ചന്റെ ഒരു പ്രത്യേകത, റബ്ബാച്ചന്റെ ഇവിടുത്തെ പിന്തുണക്കാരായിരിക്കുന്ന മക്കൾ ഓർക്കണം, സത്യം പറഞ്ഞു, സത്യം ആചരിച്ചു, പിന്നെ ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിച്ചു. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രിയമുള്ള ഒരാളായി അവസാനം വരെ പ്രവർത്തിക്കുവാൻ സാധിച്ചു. പിന്നീട് കണ്ടത് ഉത്തരവാദിത്തങ്ങൾ നിറപടിയായി നിറവേറ്റിയ ഒരു പിതാവിനെയാണ്. ഏത് ഉത്തരവാദിത്തം റബ്ബാച്ചനെ ഏൽപ്പിച്ചുവോ അതിൽ ഒരു അലസ മനോഭാവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. യാതൊരു അലസതയും കൂടാതെ സ്വന്തം ചുമതലകൾ നിർവഹിച്ചു എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി അടുത്ത് കവിയൂർ ശ്രീകാപ്പള്ളിക്കാരൻ ചെന്നു തിരുമേനിയോട് ചെന്ന് പരാതി പറയുകയും എന്നും പരാതി. അവിടെ കാരണം ഈ മലങ്കര കത്തോലിക്ക അന്ന് റീത്ത് അതിന്റെ ഒരു വലിയ പ്രാബല്യം ഉണ്ടായിരുന്ന സമയമാണ്. അപ്പൊ അവിടെ അതിലേക്ക് ആളുകളെ ചേർക്കുവാൻ അവിടെയുള്ള വൈദികൻ ഉൾപ്പെടെ അതിലേക്ക് പോയ സമയത്ത് അവർ ചെന്ന് സങ്കടം പറഞ്ഞപ്പോൾ അവിടേക്ക് വിട്ടത് ഈ MC കുറിയാക്കോസ് അച്ഛനെയാണെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് വട്ടശ്ശേരി തിരുമേനി പറഞ്ഞത്, പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി പറഞ്ഞത്, ആ കർത്തനാരെ ആ വാചകം ഓർക്കുന്നുണ്ട്, അങ്ങോട്ട് വിട്ടതിൽ പിന്നെ കവിയൂർ ശ്രീകാപ്പള്ളിക്കാരെ കൊണ്ട് കാണാനേ ഇല്ലെന്നാണ്. കാരണം കർത്തനാരവിടെ ചെന്നിട്ട് ചെയ്ത കാര്യങ്ങൾ ഇന്നും അവിടുത്തെ തലമുറയിൽപ്പെട്ട പലരും ഓർക്കുന്നുണ്ട്. കൃത്യമായി ഭവന സന്ദർശനം നടത്തി, മർത്തമറിയം സമാജം അവിടെ ഭംഗിയായി നടത്തി, സൺഡേ സ്കൂൾ നന്നായിട്ട് നടത്തി, കുരിശുപള്ളി അവിടെ സ്ഥാപിച്ചു, കൃത്യമായി അവിടുത്തെ ആരാധന ഹൃദ്യമായി നടത്തി, ഓരോരുത്തരുമായി വ്യക്തിബന്ധം ഉണ്ടാക്കി. അതായത് ചെറുപ്പത്തിൽ കോറിക്കൊച്ച് എന്ന് വിളിക്കപ്പെട്ട ഈ റബ്ബാച്ചൻ വൈദികനായിരുന്നപ്പോൾ അവിടെ ചെയ്ത ശുശ്രൂഷ ഭംഗിയായിട്ടുള്ളതാണ്. പിന്നെ ഒന്ന് വായിച്ചു കേട്ടു, നിരണം നടിയിലെ പൊന്നും കുരിശ് ഓലപ്പൻ എന്നൊരു കള്ളൻ കട്ടുകൊണ്ടുപോയി. ആ കട്ടുകൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കുറെ കാലം അപേക്ഷിച്ചു, വളരെ കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു കിട്ടിയത്. പക്ഷേ ഇടവേളയിൽ റബ്ബാച്ചനെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. അന്ന് ഈ പൊന്നുകുരിശുണ്ടാക്കി. അപ്പൊ ഈ പാത്താമടത്തുനിന്ന് യാത്ര ചെയ്ത് നിരണത്ത് പോകുന്നത് റബ്ബാച്ചന്റെ ഡയറിയിലും നിരണത്തെ ഗ്രന്ഥവരി അവിടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെയ്യുക, സ്വർണത്തിന്റെ തൂക്കം നോക്കുക, അച്ചുണ്ടാക്കുക, തട്ടാനെ വിളിക്കുക, സംസാരിക്കുക, ഓരോന്നും എഴുതി വെച്ചിരിക്കുന്നത് കണ്ടാൽ എത്ര ഭംഗിയായി. ഈ വെള്ളിക്കുരിശ് മലങ്കര സഭയെ പലയിടത്തും യാത്ര ചെയ്ത് കണ്ടിട്ടുണ്ട്. ഞാൻ പല പള്ളികളിലെ കുരിശുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഏതാണ്ട് ഇതിന്റെ മാതൃകയിലാണ് നിരണത്തെ വെള്ളിക്കുരിശ് അല്ലെങ്കിൽ നിരണത്തെ വെള്ളിക്കുരിശിന്റെ മാതൃകയിലാണ് ഈ കുരിശ് പണിതിരിക്കുന്നതാണ്. എത്ര ക്യൂട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞത്, പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ ക്യൂട്ട്, അതുപോലെ പെർഫെക്റ്റ്. ഇത്രയും തഴക്കമുള്ള വെള്ളി പൂശി കഴിഞ്ഞാൽ ഇത്രയും തിളക്കമുള്ളതായിട്ട് നിൽക്കുന്നത് പൊതുവെ കുറവാണ്. കറയുള്ള വെള്ളി, കീടമുള്ള വെള്ളി എന്ന് പറയും. പക്ഷേ ഉണ്ടാക്കി വെച്ചിരുന്ന വെള്ളിക്കുരിശിന് കീടമില്ല, അന്നുണ്ടാക്കിയ സ്വർണ്ണക്കുരിശിന് കീടമില്ല. എന്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും നിറപടിയായി നിർവഹിക്കുവാനുള്ള ഒരു വലിയ വ്യക്തിവിശേഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് കശീശ ആയപ്പോഴും അതേ പട്ടം കിട്ടുന്നതിന് മുമ്പ് അത് ബാലികാപഠൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. പഠനത്തിന് ശേഷം അധ്യാപകനായിട്ട് അവിടുത്തെ മിസ് ഹോക്സ് എന്ന് പറയുന്ന ഒരു മദാമിയുണ്ട്. നമുക്കറിയാമല്ലോ, വെസ്റ്റിന്റെ അന്നത്തെ ഒരു പ്രത്യേകത, നല്ല ഭക്തിയുള്ളവരാണ്, നല്ല നിഷ്ഠയുള്ളവരാണ്. ഡോക്യുമെന്റേഷൻ, വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന ഒരു പതിവ് ഇന്ന് സുറിയാനി ക്രിസ്ത്യാനിക്ക് അധികമില്ല. പക്ഷേ ഈ വെസ്റ്റേണേഴ്സിന്, പ്രത്യേകിച്ച് യൂറോപ്യൻസിനുണ്ട് ഈ പതിവ്. റബ്ബാച്ചന് നന്നായിട്ട് കിട്ടി. അത് ഓരോ ഉത്തരവാദിത്വവും അത് കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്ത് റബ്ബാച്ചന്റെ അന്നത്തെ ആ ഒരു വിൽപത്രം ഇതിന്റെ ആധാരമായിട്ടുള്ളത് എടുക്കേണ്ടി വന്നു. കോട്ടയം അഡീഷണൽ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഞങ്ങൾ നിന്നിട്ട് 15 മിനിറ്റ് സമയം എടുത്തില്ല അല്ലേ? അന്നുണ്ടായിരുന്ന ആളുകൾ ഓർക്കുന്നുണ്ടോ? അത് എടുത്തോണ്ട് വരാനായിട്ട് അവർ നേരെ അകത്ത് പോയി കറക്റ്റായിട്ട് ആ ബുക്ക് എടുത്തോണ്ട് വന്നിരുന്നു. ഒന്ന് നമ്മളെ കാണിക്കാം. ഇവിടുന്നാണ് ഡീറ്റെയിൽസ് കിട്ടിയെന്നറിയാമോ? റബ്ബാച്ചന്റെ നാടക പുസ്തകത്തിനകത്ത് ഈ വിൽപത്രം മുഴുവൻ സ്വന്തം കൈപ്പടയിൽ പകർത്തി എഴുതി അതിനടിയിൽ ഒരു കുറിപ്പും എഴുതിയിട്ടുണ്ട്. ഈ വിൽപത്രം കോട്ടയം അഡീഷണൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ ഇത്ര നമ്പർ പുസ്തകം, ഇത്ര വാല്യം, അതിന്റെ ഇത്ര പേര് മുതൽ ഇത്ര പേര് വരെ എഴുതിയിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ എത്ര നാള് തപ്പിയാലായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം സംഗതി കിട്ടുക.
അപ്പൊ ഒരാൾ എത്ര ഭംഗിയായി അത് രേഖപ്പെടുത്തി വെച്ചു. ഒരു നാടക പുസ്തകമുണ്ട്. ഈ ശ്രീബാപ്പള്ളി 1935 തുടങ്ങിയ കാലം മുതൽ റംബാച്ചൻ ജീവിച്ചിരുന്ന കാലം വരെ ഉള്ളത് പൂർണ്ണമായി ഒരക്ഷരം പോലും വിട്ടുപോകാതെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് മറ്റൊരു പ്രത്യേകതയാണ് ശ്രീബാപ്പള്ളി, പഴയ ശ്രീബാപ്പള്ളിയുടെ ആർച്ച് സ്വന്തം കൈകൊണ്ട് വരച്ചത്. പാർവതിക്കാർ അന്ന് ഇതിന് അനുവാദം കൊടുത്തുകൊണ്ട് തന്നിട്ടുള്ളത് പെൻസിലിൽ പേപ്പറിൽ എഴുതിയിരിക്കുന്നതാണ്. സീലില്ല, ഒന്നുമില്ല, പെൻസിലിൽ എഴുതിയിരിക്കുന്ന ആ ഒരു പേപ്പർ അതിവിടെ ഉണ്ട്. അന്ന് കാലത്ത് കിട്ടിയിരുന്ന കൽപ്പനകളെല്ലാം ഇവിടെ ഏത് ഉത്തരവാദിത്വം. എന്നിട്ടോ നമ്മൾ കേട്ടിട്ടില്ലേ, കാതോലിക്ക നീതിയുടെ പ്രാരംഭകനായിരുന്നു റംബാച്ചൻ എന്ന് കേട്ടിട്ടുണ്ട്. ഭർത്തമറിയൻ സമാജത്തിന്റെ പ്രാരംഭകനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആസൂത്രണ മികവ് നോക്കിയാൽ ഒരേ ദിവസം എല്ലാ പള്ളികളിലും കാതോലിക്ക ദിനം പിരിക്കണം. അതെല്ലാം സഞ്ചിയിലാക്കാൻ വേണ്ടി സഞ്ചി കൊടുത്തു വിട്ടു ഓരോ പള്ളിക്കും. അത് കെട്ടാനുള്ള നൂലുകൾ കൊടുത്തു വിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദേവനാഥ് ഏരിയ ചാപ്പലിൽ പോയി താമസിച്ചിട്ടാണ് ഇത് മുഴുവൻ ഏകോപിപ്പിച്ചത്. ബാബൻ മാപ്പിള അതിന് കൂടെ ഉണ്ടായിരുന്നു, റാവു സാഹിബ് ഓയം ചെറിയാൻ കൂടെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ പോയി കൃത്യമായി ആസൂത്രണം ചെയ്ത് ഒരേ ദിവസം കാതോലിക്ക ദിനം കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യുന്നത് പള്ളികൾ ഓരോന്നും ചെന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ ബാലറ്റ് ബോക്സ് കളക്ട് ചെയ്യുന്നത് പറഞ്ഞതുപോലെ ആളുകൾ കളക്ട് ചെയ്തുകൊണ്ട് പോയി ഒരേ സെന്റർ, ഓരോ സെന്ററിൽ കൊണ്ടുപോയി അഞ്ചൽക്കാർ വഴി എവിടെ എത്തിക്കാന്നാണ് പറയുന്നത്, ഈ സഭയുടെ ആസ്ഥാനത്ത് എത്തിക്കുകയാണ്. അപ്പൊ ഒരാൾ ഓരോ കാർഡിലും ഇരുന്ന് എഴുതുകയാണ് ഓരോ പള്ളിക്കും. റംബാച്ചന്റെ ജോലിയാണ് ഇത്ര തീയതി ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, സ്റ്റേജ് ബൈ സ്റ്റേജ് എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിന്റെ ആസൂത്രണം. അപ്പൊ അവിടെ പറയുന്നത് ഏത് ഉത്തരവാദിത്തം ലഭിച്ചാലും ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ശ്രീബാപ്പള്ളി ഉണ്ടാക്കിയപ്പോഴുണ്ട് ദേറായുണ്ട്. ദേറ എന്ന് പറഞ്ഞാൽ ഭവനമാണ്. പഴയ തലമുറയ്ക്കൊക്കെ അറിയാമല്ലോ, ഇവിടെ ഒരു തിരികല്ലുണ്ടായിരുന്നു, ആട്ടുകല്ലുണ്ടായിരുന്നു, ഉരലുണ്ടായിരുന്നു, ഉരുളി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ക്രോണോസിലേക്ക് നോക്കിയാൽ, അവിടെ മല വരച്ച സമയത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു കൊച്ചു അരളിക്ക അറിയുമല്ലോ, റാസായിക്ക് മുമ്പ് അച്ഛന്മാർ കയ്യിൽ പിടിക്കുന്ന അരളിക്ക. അത് മുമ്പേ പറഞ്ഞതുപോലെ എത്ര ഭംഗിയാണ്. അപ്പുറത്തെ ക്രോണോസിൽ ഒരു ചെറിയ തടിക്കുരിശിരിപ്പുണ്ട്. എത്ര പെർഫെക്റ്റ് ആണ് അതിന്റെ ആകൃതി എന്ന് അതിശയിക്കുക. അതുപോലെ തന്നെ ഓരോ സൂക്ഷ്മാംശത്തിലും ശ്രദ്ധിക്കുന്നതിന്റെ പ്രത്യേകത. ആ ദേറായി റംബാച്ചന്റെ ഉപകരണങ്ങൾ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ കുഞ്ഞു വെള്ളിക്കാസാലാണ് രോഗികൾക്ക് വീട്ടിൽ കുർബാന കൊണ്ടുപോകാനുള്ളതാണ്. അതിലൊരു MC എന്നൊരു പേര് വെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെപ്പുണ്ട്, വിശുദ്ധ കുർബാന കൊണ്ടുപോകുന്ന ചെപ്പ്, വെള്ളി കൊണ്ടുള്ള ചെപ്പാണ്. ആ ചെപ്പിലും പേര് വെട്ടിയിട്ടുണ്ട്. അതായത് ഒരു ദേറായിക്ക് ആവശ്യമുള്ളത് എന്തെല്ലാമാണോ, ഒരു ദൈവാലയത്തിന് ആവശ്യമുള്ളത് എന്തെല്ലാമാണോ, ഒരു ഭവനത്തിന് ആവശ്യമുള്ളത് എന്തെല്ലാമാണോ, ആളുകളുടെ വ്യത്യാസം കൂടാതെ ഇത് മുഴുവൻ തയ്യാറാക്കി വെക്കാനായിട്ടുള്ള ഒരു സന്നദ്ധത. വെറുതെ ഒപ്പിരി പരിപാടികൾ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒപ്പിച്ചെടുക്കല്ല. ഇത് ഓരോന്നും കയ്യിലെടുത്താൽ നമുക്കതിന്റെ ഈട് മനസ്സിലാവും. അതിന്റെ സൂക്ഷ്മതയുടെ ഒരു ദൃഷ്ടാന്തം കൂടെ പറഞ്ഞ ആ ഭാഗം ഇടാം. ചെറിയ കപിലാനകൾ അതിനകത്തുണ്ടായിരുന്നു. ആ കപിലാനകളുടെ മൂലയ്ക്ക് നാലിടത്തും ഭംഗിയുള്ള കോപ്പറിന്റെ പഴയ നാണയങ്ങൾ, ചെമ്പ് നാണയങ്ങൾ, ആ ചെമ്പ് നാണയങ്ങൾ തയ്ച്ചു പിടിപ്പിച്ചിരിക്കുക. എന്തിനാണെന്നറിയാമോ? കാസായിലേക്ക് ഇട്ട് വന്നാൽ മൂടിയിട്ടാൽ, അല്ലെങ്കിൽ പീലാസായിലേക്ക് മൂടിയാൽ ഈ കപിലാന എന്ന് പറയുന്ന തുണി കഷ്ണം കാറ്റത്ത് പറക്കരുത്. ഇതിന്റെ വെയിറ്റ് കൊണ്ട് അത് കൃത്യമായി യഥാസ്ഥാനത്തിരിക്കണം. ചുരുക്കം പറഞ്ഞാൽ ഏത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചാലും സൂക്ഷ്മതയോടെ ചെയ്യുവാനുള്ള സാധ്യത, അത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. പിന്നെ പറഞ്ഞത് ആത്മീയത പാലിച്ചു, ആത്മീയത അഭ്യസിപ്പിച്ചു. ഇതാണ് യേശുദാൻ പറഞ്ഞു, എന്നെ കണ്ടവൻ ആരെ കണ്ടിരിക്കുന്നുണ്ടോ? എന്റെ അപ്പനെ കണ്ടിരിക്കുന്നുണ്ടോ? അല്ലേ? അതെ, എന്റെ വാക്കുപോലെ നിങ്ങൾ ചെയ്യാൻ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടണമെന്ന് പറഞ്ഞു, നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അത് പാലിക്കാനും അത് അഭ്യസിപ്പിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ഉള്ളിലുള്ളതാണ് പുറത്ത് കണ്ടത്. ആ ഉള്ളിലെ ആത്മീയത പുറത്ത് കാണിക്കുന്ന പിതാവായിരുന്നു. അതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഉത്തമ വൈദികനായിരുന്നു, ആത്മീയത പാലിച്ചു. ഈ മുമ്പേ പറഞ്ഞ ആധ്യാത്മിക പ്രസ്ഥാനങ്ങളൊക്കെ നയിച്ച ആള് തന്നെയാണ് ഉത്തമ ഗുരുനാഥനായത്. വൈദികരെ അഭ്യസിപ്പിക്കുവാൻ, ദൈവശാസ്ത്രം പറഞ്ഞു കൊടുക്കുവാൻ, ഈ നേരായി പ്രിയപ്പെട്ട ശിഷ്യനായി KK പുന്നൂസ് അച്ഛനെ നിർത്തിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയ കാര്യങ്ങളൊക്കെയും പറഞ്ഞു കൊടുക്കുവാൻ, അങ്ങനെ വയ്യാനാത്ത കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് റംബാച്ചന്റെ ശിഷ്യനായി
പിന്നീട് ദൈവം അദ്ദേഹത്തിന് കൊടുത്ത പദവികളൊക്കെയും നമുക്കറിയാം. അതിൻ്റെയൊക്കെ ആരംഭം എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നാണ് എന്ന് തിരുമേനി പറയുമായിരുന്നു. ഈ പാതാളത്തിൽ വന്ന കബറിൽ വന്ന് വളരെ ശാന്തമായി നിന്നുകൊണ്ട് റംബാച്ചന്റെ സ്മരണയിൽ പ്രാർത്ഥിക്കുന്ന ആ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ നെരിമറ്റത്തിലെ തിരുമേനി അദ്ദേഹത്തെ റംബാച്ചന്റെ ജീവിതം സ്വാധീനിച്ചതായി പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഉള്ളിലുണ്ടെങ്കിലേ പുറത്ത് സ്വാധീനിക്കാൻ സാധിക്കുകയുള്ളൂ. ആത്മീയതയുടെ പുറത്തോടുണ്ടെങ്കിൽ അത് കെട്ടുപോകും. പക്ഷെ ആത്മീയതയുടെ ജ്വാല ഉള്ളിലുണ്ടെങ്കിൽ അത് തലമുറകൾ കടന്ന് പ്രകാശിക്കും. അത് അനേക തലമുറകളിലേക്ക് ഈ കാലത്ത് പകർന്നു തന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. 1929 ഷർമാശനായി, 30 വൈദികനായി. പരിശുദ്ധ പാമ്പാടി തിരുമേനിയാണ് അദ്ദേഹത്തിന് പട്ടം കൊടുത്തത്, അല്ലേ? നമുക്കറിയാം. പരിശുദ്ധ പാമ്പാടി തിരുമേനി അദ്ദേഹത്തിന് പട്ടം കൊടുത്തു. അദ്ദേഹത്തിന്റെ നിഷ്ഠകൾ അത്രയേറെ പ്രധാനമായിരുന്നു. എന്നിട്ട് പറയുന്നത് അദ്ദേഹം പുരോഹിതന്മാർക്ക് മാതൃകയായിരുന്നു, അതുപോലെ നേതാക്കൾക്ക് വഴികാട്ടിയായിരുന്നു, ഉത്തമ ഗുരുനാഥനായിരുന്നു, പുണ്യചരിതനായിരുന്നു, ആശ്രിതവത്സരനായിരുന്നു എന്നാണ്. ഈ ജീവിതത്തിന്റെ പ്രത്യേകതകളിൽ ചിലത് പെട്ടെന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ. റംബാച്ചൻ പാട്ടുകാരനല്ലായിരുന്നു. പക്ഷെ റംബാച്ചന്റെ ആരാധനയിൽ പങ്കെടുക്കുന്നവർക്ക് സ്വർഗീയമായ ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് ഈ പാത്താമറ്റത്തുള്ള അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആളുകൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതുപോലെ മലങ്കര സഭ മാസികയുടെ ചീഫ് എഡിറ്ററാണ്. ഏത് ഉത്തരവാദിത്തം നന്നായി ചെയ്യുമെന്ന് പറഞ്ഞു 61 ആത്മനിക്ഷേപങ്ങൾ എഴുതി. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് മുഴുവൻ ഈ മലങ്കര സഭയ്ക്ക് മുഴുവൻ ലഭ്യമാകത്തക്കവണ്ണം പ്രസിദ്ധീകരിച്ചു. മലങ്കര സഭ മാസികയുടെ എഡിറ്റർക്ക് മലങ്കര സഭയുടെ ഒരു കാലഘട്ടത്തെ മുഴുവൻ സ്വാധീനിക്കത്തക്കവണ്ണം അത്രയേറെ ചെയ്യുവാനായിട്ട് അതിലൂടെയും സാധിച്ചു എന്നുള്ളത് ഓർക്കുകയാണ്. അതുപോലെ അപൂർവങ്ങളായ പല ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി. ഈ ഇരിക്കുന്ന കസേരയ്ക്ക് ഇരുന്ന വ്യക്തിയുടെ ഗുണം കൊണ്ട് മഹത്വം കൂടി. അതാണ് റംബാച്ചന്റെ പ്രത്യേകത. അദ്ദേഹം മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി ആയിട്ട് സ്ഥാനം വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ ഉത്തരവാദിത്തങ്ങൾ ഓരോന്നും ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. ഓരോ പദവിയിലും ഇരുന്നത് കൊണ്ട് പദവിക്ക് ഗുണം കൂടിയിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും. അതായത് കസേര നമ്മളെ വലിയവരാക്കിയേക്കാം, പക്ഷേ ആ കസേരയിൽ ഇരിക്കുന്ന വ്യക്തിയുടെ മാഹാത്മ്യം വലുതായിരുന്നതുകൊണ്ട് ഇരിക്കുന്ന പദവിക്ക് കൂടുതൽ ബലമുണ്ടായി എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീണ്ടും അറിയുവാനായിട്ട് ഉള്ളത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മറ്റൊരു വിശേഷതയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് അവനവന്റെ ആത്മീയത മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കവും മരണത്തിനപ്പുറമുള്ള ജീവിതവും അത് കണ്ടുകൊണ്ടുള്ളതായി എന്നുള്ളതാണ്. എനിക്ക് ഒരാളുടെ ജീവിതത്തിൽ അത് നേരിൽ കണ്ടതുകൊണ്ട് എനിക്ക് റംബാച്ചന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരുക്കത്തെ വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. പരിശുദ്ധനായ പൗലോസ് ദ്വിതീയൻ ബാബാ തിരുമേനി ആശുപത്രിയിൽ രോഗക്കിടക്കയിലായിരിക്കുന്ന സമയത്ത് മരണം സമീപിക്കുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ കാലത്ത് അദ്ദേഹത്തിന്റെ ശൈലികൾ അത് മരണത്തിന് വേണ്ടിയുള്ള പൂർണ്ണമായ ഒരുക്കമാണ്. ജീവിതത്തിൽ സഹായിച്ചിട്ടുള്ളവരെ, കൂടെ നിർത്തിയവരെ, കൂടെ നിന്നവരെ ഓരോരുത്തരെ വിളിച്ചു കണ്ടു. അങ്ങനെ വിളിച്ചു കണ്ടവരുടെ ചിലർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അവരെ വിളിച്ചു കണ്ട് അവർ ബാബാ തിരുമേനിയോട് ചേർന്ന് നിന്നതിനെ കുറിച്ച് തിരുമേനി അവരെ കണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതുപോലെ ചെയ്തു. എന്നോട് പറഞ്ഞ വാക്കിലാണ്, എന്ത് സന്തോഷമായിരിക്കും അവിടെ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും അവിടെ കാണും. എൻ്റെ ചേട്ടായി അവിടെയുണ്ട്. തിരുവേണി ജ്യേഷ്ഠൻ 1 വർഷം മുമ്പ് മരിച്ചുപോയി. ഇവിടെ പറഞ്ഞു 4 ദിവസം പ്രായമുള്ളവരാളുണ്ട്, എന്നെ കണ്ടാൽ അറിയുമോ വാ. ഞാൻ ചോദിച്ച ആരുടെ കാര്യം പറഞ്ഞത്? ഞങ്ങളുടെ ഒരു കുടുംബപ്പുറപ്പ് മരിച്ചുപോയി 4 ദിവസമായിരുന്നു. പരിശുദ്ധനാണ്, കുറവുകളൊന്നുമില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ കാണും. ഞാൻ ഇവിടെ ചെല്ലുമ്പോൾ എന്നെ കാത്തിരിപ്പുണ്ടായിരിക്കും എന്നാണ്. മരണം ബാബാതിന് വേണ്ടി സമീപിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു ഒച്ച പെട്ടിയിലെ 100 രൂപ ഇരിപ്പുണ്ടെന്ന് ചോദിച്ചു. ഞാൻ ആ പെട്ടി തുറന്ന് നോക്കിയപ്പോൾ പറഞ്ഞു 500 നോട്ട് കൂടെ ഉള്ളത് കയ്യിലുണ്ട്. കുറച്ച് പൈസ കരുതി വെച്ചിട്ടുണ്ട്. ഒരു 500 രൂപ എടുത്ത് 100 രൂപ ചില്ലറയാക്കണം എന്ന് പറഞ്ഞു. 100 രൂപ ചില്ലറയാക്കി കൊണ്ടുവന്നു. എന്തിനാന്ന് ഞാൻ ചോദിച്ചില്ല, കാരണം അറിഞ്ഞാൽ ചെയ്താൽ മതി. അതിനൊരു ഉദ്ദേശമുണ്ട്, അറിയാം. എന്താണ് ഉദ്ദേശം നമുക്ക് അറിഞ്ഞു. ചില്ലറയാക്കി കൊണ്ടുവന്ന തിരുമേനിയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. എന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ ഓരോ പള്ളിയിലും പോകുമ്പോൾ ഞാൻ അവിടെ നേർച്ചയിട്ടിട്ട് പോരാറുള്ളൂ. ഞാൻ പരിമലപ്പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി നേർച്ചയില്ല.
എന്താ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പരമലപ്പള്ളിയിൽ ചെല്ലുമ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി നേർച്ച ഇടണം. ഞാൻ ദേവലോകത്തിൽ എവിടെ യാത്ര പോയാലും ഞാൻ ആ പാവന്മാരുടെ കബറിൽ പോയി പ്രാർത്ഥിക്കും. അവിടെ നേർച്ചയിട്ടിട്ടേ ഞാൻ പോകാറുള്ളൂ. ഞാൻ ദേവലോകത്തു നിന്ന് പോകുമ്പോഴും അച്ഛൻ എനിക്ക് വേണ്ടി നേർച്ച ഇടണം എന്ന് പറഞ്ഞു. ആ മുഖത്തെ സൗന്ദര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവസാന സമയത്ത് ഭാവതിയുടെ സംസ്കാരത്തിന്റെ സമയത്തും ആ മുഖത്തിന്റെ തേജസ് നമ്മുടെ മനസ്സിലുണ്ട്. ആ തേജസ് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ഈ ലോകം വിട്ട് കടന്നുപോയി അനശ്വരമായ ഒരു ലോകത്തെ ഭാഗ്യമാക്കുന്ന ആ സന്തോഷത്തിന്റെ തേജസ്സായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അത് അടുത്ത് നിന്ന് കണ്ട ഒരാളായതുകൊണ്ട് എനിക്ക് റംബാച്ചിന്റെ ഒരുക്കത്തെ കുറിച്ച് എന്റെ മനസ്സിലൊരു വ്യക്തമായ ചിത്രമുണ്ട്. സ്വന്തം കബറിടം എങ്ങനെയായിരിക്കണം, അതെങ്ങനെ എവിടെയായിരിക്കണം സ്ഥാപിക്കേണ്ടത്, സ്വന്തം മൃതശരീരം വയ്ക്കേണ്ടുന്ന പെട്ടി എങ്ങനെയായിരിക്കണം ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ് ഒരാചാര്യയെ കൊണ്ട് അത് ഉണ്ടാക്കിപ്പിച്ച് ഈ ലോകത്തോട് യാത്രയാകാൻ ഒരുങ്ങിയിരിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു മാതൃകയാണ്. ഈ മാതൃക നമുക്ക് ഓർക്കാം. അതുകൊണ്ട് റംബാച്ചിന്റെ ജീവിതത്തെ കുറിച്ചുള്ള പരാമർശനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. റംബാച്ചിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണല്ലോ: ഒരു കശീശയായി നന്നായി ഭരിച്ചു, ദേറാക്കാരനായി നന്നായി ജീവിച്ചു, ഭക്തനായി നന്നായി മരിച്ചു. കശീശ എന്ന നിലയിൽ ദൈവമേൽപ്പിച്ച അധ്യക്ഷന്റെ ചുമതലകൾ നന്നായി ഭരിച്ചു എന്ന് പറയുന്നു. ഒരു സന്യാസിയായി നന്നായി ജീവിച്ചു. മൂന്നാമത്തെ പറയുന്ന ഒരു ഭക്തനായി നന്നായി മരിച്ചു. അങ്ങനെയുണ്ട്, നന്നായി മരിക്കാൻ സാധിക്കുന്നു. അതാണ് ഞാൻ മുമ്പേ പരിശുദ്ധ പൗലോസ്ലീഹായുടെ കാര്യം പറഞ്ഞത്, റംബാച്ചിന്റെ കാര്യം പറഞ്ഞത്. പിന്നെ റംബാച്ചിന്റെ അവസാന സന്ദേശത്തിൽ എഴുതിയത് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓർക്കാം. അതിങ്ങനെയാണ്: നമ്മുടെ പുരാതനമായ സൈനിക സഭയെ വിലയേറിയതായി കരുതുകയും അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുകയും പരമാവധി സഹായിക്കുകയും ചെയ്യും. നമ്മുടെ പുരാതനമായ സൈനിക സഭയെ വിലയേറിയതായി കരുതണം. 1. 2, അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തണം. സഭ എങ്ങനെയാ പ്രയോജനപ്പെടുത്തുക? സഭയിൽ ലഭിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ, സഭാജീവിത നിഷ്ഠ, അതിലൂടെ എൻ്റെ ആത്മീയ ജീവിതം പൂർണ്ണതയുള്ളതാക്കണം. പിന്നെ എന്ത് ചെയ്യണം? എൻ്റെ സഭയെ പരമാവധി സഹായിക്കണം. ഇതാണ് വിശുദ്ധനായ തിരുമേനി പഴയ സെമിനാരിയിൽ വെച്ചൊരു പ്രസംഗം നടത്തിയത് ഈ MC കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു യുവാവ് കേട്ടു. തിരുമേനി ചോദിച്ചത് ഇതാണ്: നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, സഭയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? അനേക ചെറുപ്പക്കാരൻ കേട്ട് തിരിച്ചുപോയി, കേട്ട് അനേകം പേര് തിരിച്ചുപോയി. എന്നാൽ ഈ MC കോര എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അദ്ദേഹം മടങ്ങി വന്ന സ്വന്തം ഡയറിയിൽ എഴുതി വെച്ചു. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി ചോദിച്ചു, എൻ്റെ സഭയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ആ ചോദ്യത്തിന്റെ ഉത്തരം റംബാച്ചൻ ആ കാലത്തെ ആ യുവാവ് തന്റെ ഡയറിയിൽ എഴുതി വെച്ചു: ദൈവമേ, ഞാൻ എന്നെ തന്നെ എൻ്റെ സഭയ്ക്കായി നൽകുന്നു. ഇതാണ് മലങ്കര സഭയുടെ വലിയ ഭാഗ്യം. എന്താണെന്ന് അറിയാമോ? സ്വന്തം സഭയ്ക്ക് വേണ്ടി, അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതങ്ങൾ സമർപ്പിക്കുവാൻ സന്നദ്ധരാണ് ഈ സഭയുടെ മക്കൾ. ഈ പിതാവ് ഇത്രയും പുണ്യവാനായത്, ഭാഗ്യവാനായത്, അനുഗ്രഹിക്കപ്പെട്ടവനായത് ആ വാക്ക് കേട്ട് കർത്താവിന്റെ ക്രൂശ് എടുത്ത് അവന്റെ പിന്നാലെ അവനെ അനുഗ്രഹിച്ചതുകൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആരംഭത്തിൽ പറഞ്ഞത് പൗലോസ്ലീഹായുടെ വാക്കുകളാണ്: നിങ്ങൾ ദൈവത്തിന്റെ ശുശ്രൂഷകരാണ്, ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകരാണ് എന്ന് പൗലോസ്ലീഹ തങ്ങളെയും മറ്റുള്ളവരെയും തങ്ങളുടെ പദവിയെ കുറിച്ച് പറഞ്ഞ് ഓർത്തിരിക്കുകയാണ്. ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തിന്റെ ശുശ്രൂഷകനാക്കി ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകനാക്കിയ ആ പിതാവിന്റെ പ്രാർത്ഥന അത് നമുക്ക് അനുഗ്രഹമാകട്ടെ. അദ്ദേഹത്തിന്റെ മാതൃക നഷ്ടപ്പെടുന്ന ലോകത്ത് നമുക്ക് എന്നും മാതൃകയാകട്ടെ. അതുകൊണ്ട് നമുക്ക് ഓർക്കാൻ പ്രിയപ്പെട്ടവരെ, റംബാച്ചിനെ കണ്ടവരും റംബാച്ചൻ വളർത്തിയവരുമായ നമ്മുടെ തലമുറയിൽ പകർന്നു കൊടുത്ത ആത്മീയ വെളിച്ചം ഇന്ന് നമുക്കും അനുഗ്രഹമാകട്ടെ. ഈ കുന്നിൻപുറം അനുഗ്രഹിക്കപ്പെടട്ടെ. അനേക ജീവിതങ്ങളിൽ ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചതുപോലെ റംബാച്ചിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ കുടുംബാംഗങ്ങളുണ്ട്, റംബാച്ചിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചറിഞ്ഞ ദേശവാസികളുണ്ട്, സഭാംഗങ്ങളുണ്ട്. എല്ലാവർക്കും പരിശുദ്ധമായ പ്രാർത്ഥന കാവലായിരിക്കട്ടെ. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം, മാതൃകയാകേണ്ടത് എങ്ങനെയായിരിക്കണം,
സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന പിതാവിനെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ ദൈവം പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റംബാച്ചൻ്റെ അവസാനത്തെ ധ്യാനം കർത്താവിൻ്റെ പഞ്ചക്ഷതങ്ങളെ കുറിച്ച്. അവസാനത്തെ ആത്മനിക്ഷേപത്തിൽ എഴുതിയത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ ആത്മാവിനോട് ചോദിക്കുന്നു, ക്രിസ്തുവിൻ്റെ പാവന ശരീരത്തോട് ചോദിക്കുന്നു, ക്രിസ്തുവിനോട് യാചിക്കുന്നു, ക്രിസ്തുവിൻ്റെ പഞ്ചക്ഷതങ്ങളെ ധ്യാനിക്കുന്നു. ഇതാണ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകാൻ നേരത്ത് നിക്ഷേപമായി റംബാച്ചൻ കരുതി വെച്ചത്. അതുകൊണ്ട് കർത്താവിനെ ധ്യാനിച്ച് അവനെ പിൻപറ്റി മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകുന്നു.